വേനൽ മഴ തുടരും. അതുപോലെ തന്നെ ഇന്ന് 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഈ യെല്ലോ അലേർട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. പറയൂ കാലാവസ്ഥ അപ്ഡേറ്റ്. വേനൽ മഴ അതിശക്തമായിട്ട് തന്നെ എല്ലാ ജില്ലകളിലും തുടരുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ അത് മറ്റന്നാൾ വരെ ഈ വേനൽ മഴ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലവർഷമായിട്ടായിരിക്കും മഴ എത്തുക. അത് മെയ് 24 അല്ലെങ്കിൽ 26 കാലവർഷമായിട്ട് മഴ എത്തുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ കാലവർഷം എത്തിയത് 24 തീയതിയായിരുന്നു. അപ്പോൾ 2 ദിവസ വ്യത്യാസത്തിൽ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 ദിവസത്തെ വ്യത്യാസത്തോടുകൂടി കാലവർഷമായിട്ട് കേരളത്തിലേക്ക് മഴയെത്തും. എന്തായാലും ഇന്ന് 4 ജില്ലകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. നാളെ 7 ജില്ലകളിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കാലവർഷം കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വേനൽ മഴയ്ക്ക് തന്നെ നമ്മൾ കണ്ടതാണ്, അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഈ മഴയോടൊപ്പം എത്തുന്ന കാറ്റ് അതായിരുന്നു ഏറ്റവും വലിയ അപകടകാരിയായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. പല പ്രദേശങ്ങളിലും ഈ ശക്തമായിട്ടുള്ള കാറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇടിമിന്നലും. അതുകൊണ്ട് തന്നെയാണ് മത്സ്യബന്ധനത്തിന് നേരത്തെ മുതൽ തന്നെ ഒരു വിലക്ക് എന്തായാലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വേനൽ മഴയ്ക്ക് തന്നെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും അപകടങ്ങളും സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കാലവർഷം അടുത്ത ദിവസങ്ങളിൽ വേഗത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.